പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായേ നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. ലോകം മുഴുവൻ വലിയൊരു ആഘോഷത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു സമയമാണ്. എങ്ങ് നോക്കിയാലും ഭയങ്കരമായ ആഘോഷങ്ങളാണ്. മനുഷ്യന്മാരെല്ലാവരും സന്തോഷത്തിൻ്റെതായിട്ടുള്ള വലിയൊരു മൂവ്മെന്റിലേക്ക് തന്നെ പോകുന്ന ഒരു സമയമാണ്. സത്യത്തിൽ എല്ലാവരും സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചാൽ 100% സന്തോഷത്തിലല്ല. കാരണം ഞാൻ മഠത്തില് വരുന്ന ഒരുപാട് ആൾക്കാരെ നേരിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അവരുടെ ഓരോരുത്തരുടെയും ദുഃഖങ്ങളും ദുരിതങ്ങളും അവരുടെ ഓരോ അവസ്ഥകളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് അവർ നിൽക്കുന്നതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കറിയാം. അപ്പൊ എൻ്റെ മാത്രം പ്രശ്നമല്ല, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും നമ്മൾ ഡെയിലി കേൾക്കുന്ന ആളായതുകൊണ്ട് തന്നെ എല്ലാവരും ഒരിക്കലും ഹാപ്പി അല്ലാത്ത ന്യൂ ഇയറുകളാണ് ഈ ലോകത്ത് മുഴുവൻ നടന്നിട്ടുള്ളത്. അതെന്നും അങ്ങനെ തന്നെയാണ്. കുറച്ചു പേര് സന്തോഷിക്കാൻ വേണ്ടി സന്തോഷിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ ഞാനിവിടെ അതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ സത്യത്തിൽ വന്നത്. ഇത് ന്യൂ ഇയർ ആണ്, പുതിയൊരു തുടക്കമാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഘോഷിക്കുക തന്നെ വേണം. എങ്ങനെ ആഘോഷിക്കണം? നമ്മളിൽ കയ്യിലുള്ളത് കൊണ്ട് ആഘോഷിക്കുക. കടം വാങ്ങിയിട്ടും ഈ ആഘോഷത്തെ വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ സാമ്പത്തിക ബാധ്യതകൾ വരുത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്താൽ എന്താണ്? വരുന്ന ഒരു ന്യൂ ഇയറിൽ ഇതിന്റെ ബാധ്യതയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. ഇപ്പോഴേ നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. നമ്മൾ ഇനിയും ബാധ്യതകൾ എടുത്തു വന്നാൽ അടുത്ത ന്യൂ ഇയറും ദുരിതമായിരിക്കും. കാരണം ന്യൂ ഇയറിന് വേണ്ടി ചെലവാക്കിയ പൈസ വീണ്ടും ഒരു ബാധ്യതയായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന അടുത്ത ന്യൂ ഇയർ എന്തായിരിക്കും? ദുഃഖമായ ഒരു അവസ്ഥയായിരിക്കും. ന്യൂ ഇയറിനെ നമ്മൾ ഉള്ളത് കൊണ്ട് ആഘോഷാക്കാൻ പറ്റും. നമുക്ക് ഭാര്യ ഉണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ, സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരാൽ എല്ലാവരോടും മനസ്സുകൊണ്ട് നമ്മൾ സ്നേഹിക്കുക. അല്ലാതെ അവരെ ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്നേഹിക്കാൻ പറ്റില്ല. പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ പല ഈഗോ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് എല്ലാവരെയും നമുക്ക് സ്നേഹിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ചാലും അത് പെട്ടെന്ന് നടന്നു എന്ന് വരില്ല. പക്ഷെ പല ന്യൂ ഇയറുകളിലും നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു നിന്നിരിക്കുന്നതോ അല്ലെങ്കിൽ കുടുംബപരമായി ഭയങ്കര സന്തോഷത്തിലോ ഇരുന്ന ന്യൂ ഇയറുകൾ കഴിഞ്ഞു വരുമ്പോൾ ഒറ്റപ്പെടുന്ന ന്യൂ ഇയറുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഒന്നിച്ച് സന്തോഷിക്കുന്ന ഒരു ന്യൂ ഇയറും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ പ്രതിഭാസത്തിന്റെ ഒരു പ്രത്യേകത? ഈ ഒരു വർഷത്തിൽ നമ്മൾ വളരെ ദുഃഖവും ദുരിതവും എല്ലാവരുമായിട്ട് കലഹിച്ചും വെറുപ്പും എല്ലാവരോടും ദേഷ്യത്തോടു കൂടി ഒറ്റപ്പെട്ട് നമ്മൾ ഭയങ്കര വാശിയോട് നടന്നിരുന്ന ഇതെല്ലാം കഴിഞ്ഞ് 1, 2, 3, 4 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ തല്ലുകൂടിയവരും ഈ പറയുന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ പെട്ടിരുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ സ്നേഹമാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മൾ ഉണ്ടാവുമ്പോൾ ഈ 5 വർഷം 6 വർഷം എന്തിനു വേണ്ടി നമ്മൾ ഈ വെറുപ്പ് കൊണ്ട് നടന്നു എന്നുള്ളത് ചിന്തിക്കണം. നമ്മൾ പരമാവധി നമ്മളെ സ്നേഹിക്കുക. നമ്മളെ മാത്രം സ്നേഹിച്ചാൽ മതി. നമ്മൾ മറ്റുള്ളവരെ ഓട്ടോമാറ്റിക് സ്നേഹിക്കും. അത് അങ്ങനെയാണ്. നിങ്ങൾ എന്താണോ നിങ്ങളിൽ ചെയ്യുന്നത് അതാണ് പ്രതിഫലിക്കുക. അത് തന്നെയാണ് ദൈവവും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ദൈവത്തിന്റെ ക്വാളിറ്റീസ്, സ്നേഹം, ദൈവം നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ ദൈവം നമ്മളെ സ്നേഹിക്കും. അപ്പൊ നമ്മൾ എന്താണ് ആ സ്നേഹം നമ്മളിൽ കൊണ്ടുവരിക. നമ്മുടെ ഭാര്യ ആവട്ടെ, മക്കളാവട്ടെ, അവർക്ക് ഒരുപാട് ഗിഫ്റ്റുകളോ ഒരുപാട് വില പിടിച്ച കാര്യങ്ങളോ കൊടുക്കുന്നതിന് പകരം ആത്മാർത്ഥമായിട്ട് വളരെ സന്തോഷമായി അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുക. അവരെ ഒന്ന് തൊട്ട് തലോടുക, അവരുടെ കൂടെ നിൽക്കുക, അവരുടെ വിഷമങ്ങൾ കേൾക്കാനുള്ള ഒരു സമയം കൊടുക്കുക, മക്കളുടെ ഒപ്പം നിൽക്കാനായിട്ട് ശ്രമിക്കുക, അവരുടെ വാക്കുകളും കൂടി കേൾക്കാനായിട്ട് ശ്രമിക്കുക, കുറ്റപ്പെടുത്തലുകൾ കുറയ്ക്കുക. എന്താ കാര്യം നമ്മളിങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് പറഞ്ഞിട്ട് ഇത്രയും കാലം നമ്മൾ പലതും കുറ്റപ്പെടുത്തി പല കാര്യങ്ങളും ശരിയാക്കാൻ വേണ്ടി നമ്മൾ ഉപദേശിച്ചു. ഈ ഉപദേശിക്കാത്തത് കൊണ്ടാണോ ആളുകൾ നന്നാവാത്തത്? ഉപദേശം കൂടിപ്പോയി. ഒരുപാട് ആൾക്കാർ നമ്മൾ ഉപദേശിക്കാനുള്ളൂ, സഹായിക്കാൻ ആളില്ല, സ്വാന്തനിപ്പിക്കാൻ ആളില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കാൻ ആളില്ല. എല്ലാവരും ഉപദേശിക്കാനും കുറ്റപ്പെടുത്താനേ ഉള്ളൂ. അപ്പൊ ഈ സമൂഹം ചെയ്യുന്ന കാര്യം തന്നെ നമ്മൾ എന്തിനാ ചെയ്യണേ? എന്ത് പ്രശ്നം ഉണ്ടാവട്ടെ, നമ്മുടെ വീട്ടിൽ ഒരുപാട് കട ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ, അതെന്തെങ്കിലും ഒരു വ്യക്തി എടുത്ത പ്രശ്നം കൊണ്ടായിരിക്കും. നമ്മൾ എന്തിനാ അതിനെ പറ്റി പറഞ്ഞ് കലഹിക്കേണ്ട ആവശ്യം? അത് വിട്ടുകളയാ. നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ 4, 5 പേരുടെ സന്തോഷമാണെങ്കിൽ അവരുമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടാവട്ടെ എന്ന്, ഇവരെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ പിന്നെ കലഹിച്ചിട്ട് എന്താ കാര്യം?
നമുക്ക് നമ്മുടെ കുടുംബം എന്തായാലും വേണം. ഇതിനെ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇനിയൊരു നല്ല ജീവിതം കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കുടുംബത്തെ അതുപോലെ സ്വീകരിക്കുക, ഒരുമിച്ച് നിൽക്കുക, ഒറ്റക്കെട്ടായി നിൽക്കുക. നമ്മളൊരു ഫ്രണ്ട്സ് പോലെ ആവുക. ഫ്രണ്ട്സിൽ നമ്മൾ എടുത്തു നോക്കി എങ്ങനെയാ, പല സുഹൃത്തുക്കളുണ്ടാവും, പല ആൾക്കാരുണ്ടാവും, പക്ഷെ എല്ലാവരും നമ്മൾ സ്വീകരിക്കുന്നില്ലേ? എന്തുകൊണ്ട് കുടുംബത്തിൽ അത് നമുക്ക് സാധിക്കുന്നില്ല? കുടുംബത്തിൽ വരുമ്പോ ഓരോ പൊസിഷൻ ചെയ്തുകൊണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു പൊസിഷൻസും വേണ്ട. സ്നേഹമാണ് ഏറ്റവും വലുത്. നമ്മൾ സ്നേഹിക്കുക, എല്ലാവരും സ്നേഹിക്കുക. നമ്മൾ അങ്ങനെ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ന്യൂ ഇയറിൽ ഈ പറയുന്ന ഒരുപാട് ആഘോഷങ്ങൾ, ഇപ്പൊ സിനിമാ ഫീൽഡിലായാലും ഇപ്പൊ ബിസിനസ് ഫീൽഡിലായാലും ഒരുപാട് ആഘോഷങ്ങൾ കാണും. അതെല്ലാതും ഫേക്കാണ്. അതാ സന്തോഷിക്കാൻ വേണ്ടി ബിസിനസിന്റെ ഭാഗമായിട്ട് ആൾക്കൂട്ടങ്ങളെ കൊണ്ടുവന്ന് ഒരു പബ്ലിസിറ്റി, അതൊക്കെയും എന്താണ്, ഒരു സാമ്പത്തികം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിലേക്ക് നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്തിനു വിഷമിക്കേണ്ട ആവശ്യം? അതിനൊരു കാറ്റഗറി ഓഫ് ആൾക്കാരെ പോയിന്റ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് അവർക്ക് ഹാപ്പിനെസ്, അങ്ങനെ കിട്ടുന്നതാണ് ഹാപ്പിനെസ്. അപ്പൊ അതിനു വേണ്ടിയുള്ള വേദികൾ ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് ഉപയോഗിക്കുന്നു. നമ്മുടെ ഹാപ്പിനെസ് ചിലപ്പോൾ നമുക്ക് കുടുംബമായിട്ട് വീട്ടിലിരുന്ന് നല്ലൊരു ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ ആവും ചിലപ്പോൾ ഏറ്റവും വലിയ ന്യൂ ഇയർ. കാരണം കാലത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാര്, അച്ഛനും ഉണ്ടാവും, അമ്മയുണ്ടാവും, മക്കളും എല്ലാവരും കൂടി ജോലിക്ക് പോകുന്ന കുടുംബങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ സാധാരണയുള്ള ഒരു കുടുംബത്തെ കുറിച്ചിട്ടാണ്. അവർക്ക് ഡെയിലി പല സ്ഥലത്ത് പോകുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ചിലപ്പോൾ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അങ്ങനെയുള്ള ഈ സാഹചര്യങ്ങളെല്ലാത്തിനും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെയ്യുക. കടം ഉണ്ടാവട്ടെ, നമ്മള് ജീവിക്കാൻ മുന്നോട്ട് പോകുമ്പോൾ കടം വാങ്ങും, ബാധ്യതകൾ ഉണ്ടാവും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, കുറ്റപ്പെടുത്തലുണ്ടാവും. വിട്ടുകള. ഇതൊക്കെ ആരത് പറയണേ? ആരാ നമ്മളെ ജഡ്ജ് ചെയ്യണേ? ആരാ നമ്മൾക്ക് ചെലവിന് തരണേ? ഒരാളും ഇല്ല. കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കടാണ് വാങ്ങിച്ചുള്ളത്. കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലുള്ളൂ. കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നാളെ അതിന്റെ പലിശയും പലിശയുടെ പലിശയൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നില്ലേ? പിന്നെ ആരുടെ മുന്നിലാണ് നമ്മൾ നാണം കെടുന്നത്? ആരുടെ മുന്നിലാണ് തോൽക്കണേ? ഒരാളുടെ മുന്നിൽ നമ്മൾ തോൽക്കണില്ല. കൊടുക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണ് കടം വാങ്ങുന്നത്. ഒരാളും ആരെയും പറ്റിക്കാൻ വേണ്ടി ജീവിക്കുന്നില്ല. അപ്പൊ അങ്ങനെ പറ്റിക്കപ്പെടുന്നു, നമ്മൾ പറ്റിക്കുന്നു, മറ്റുള്ളവരെ മുന്നിൽ ചെറുതായി എന്ന് ഒരാളും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരാളും ചെറുതുമല്ല, ഒരാൾ വലുതുമല്ല. സന്തോഷം സ്വാമി അല്ലെങ്കിൽ സന്തോഷം ദൈവം എല്ലാവർക്കും ഈക്വലായിട്ട് തന്നിട്ടുള്ള ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവൻ, അല്ലെങ്കിൽ അവന് ദുഃഖം അനുഭവിക്കുന്നവൻ, കടമുള്ളവൻ, ബാധ്യതകളുള്ളവൻ, പ്രശ്നങ്ങളുള്ളവൻ, കറുത്തവൻ, വെളുത്തവൻ, ആര് വേട്ടെ, അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് സന്തോഷവാനാണെന്ന് തീരുമാനിച്ചാൽ ആ സന്തോഷത്തിനേക്കാളും വലുതായിട്ട് ഒരു കാര്യത്തിനും കൊണ്ടുവരാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ ആഘോഷ പരിപാടികൾ നടക്കുന്നത് സന്തോഷം ജനറേറ്റ് ചെയ്യാനാ. ഈ സന്തോഷം നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെന്താണ് പ്രശ്നം? അപ്പൊ നിങ്ങൾ സന്തോഷിക്കുക. ന്യൂ ഇയറിൽ ഉള്ളത് കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളതല്ല, നമ്മുടെ കയ്യിൽ ഉള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന രീതിയിൽ ചിന്തിക്കുക. ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, നല്ല ജീവിതമുണ്ട്. അങ്ങനെ വിചാരിച്ചു 2025 എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ കാണാണെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും 2024 നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ 2025 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആയിരിക്കും. അടിച്ചോട്ടെ, എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, കുറ്റം പറഞ്ഞോട്ടെ, ആര് വേണമെങ്കിലും തള്ളിപ്പറഞ്ഞോട്ടെ. ഈ 2025 അതിന് മറുപടിയായിട്ട് ഞാൻ ജീവനോടെയുണ്ട്. എന്റെ പ്ലാനുകളുണ്ട്, എന്റെ പ്രവർത്തനങ്ങളുണ്ട്, എന്റെ ഭാഗ്യങ്ങളുണ്ട്, എന്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കാനായിട്ടുള്ള അതിശക്തരായിട്ടുള്ള ദൈവങ്ങളുണ്ട്. പിന്നെ എന്തിനെ പേടിക്കണേ? നമുക്ക് 2025 തകർത്ത് കൊണ്ടാടി വിജയിക്കാം. എല്ലാവർക്കും വിജയിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പൊയ്യാറമഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും എന്നും കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോവാ. ധൈര്യമാണ് ദൈവം, ധൈര്യം മാത്രമാണ് ദൈവം. ധൈര്യമുള്ളവനായാൽ ദൈവത്തിന്റെ ശക്തിയുള്ളവനായി മാറി. അങ്ങനെ ദൈവത്തിന്റെ ശക്തിയുള്ള ഓരോ വ്യക്തികളുമായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും 2025 ഏറ്റവും നല്ല വർഷമാവട്ടെ എന്ന്, അതിൽ അത്ഭുതവും മായകളും കാട്ടുന്ന വിഷ്ണുമായ സ്വാമിയുടെ അത്ഭുതവും മായയും കിട്ടിയ കുടുംബമായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.